So good evening everybody. എല്ലാവർക്കും SS ഫിസിക്സ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കീം റിവിഷന്റെ 7th ഡേ. സോ നമ്മൾ 50% ഓഫ് ദ ടോപ്പിക് കംപ്ലീറ്റഡ് ആയി. +1 എല്ലാ ചാപ്റ്റേഴ്സും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ്, പ്രധാനപ്പെട്ട ഇക്വേഷൻസ് അത് നിങ്ങളുടെ കൈകളിൽ എത്തി. സോ നൗ +2 ആരംഭിക്കുകയാണ് with a big chapter, the field charges and potential capacitance. So before coming to that 7th day topic, we can go with the last day important tips. നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അനലൈസ് ചെയ്തത്. The first one is oscillation. വളരെ പ്രധാനമാണ്. അതിനുള്ളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. സോ അറ്റ് ഫസ്റ്റ് വൺ നിങ്ങളുടെ മനസ്സിലേക്ക് ഇക്വേഷൻസ് ഓഫ് SHM ഓർക്കണം. വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് is nothing but the general relation. That is nothing but equal to d square x division by dt square plus omega square x is equal to 0. മനസ്സിലോർക്കുക. Then the equations for displacement ഒരു mean position ലെന്നാണ് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നമുക്കറിയാം അത് x is equal to a sin omega t plus phi the initial phase. അത് എക്സ്ട്രീം പൊസിഷൻ ആണെങ്കിൽ മറക്കരുത്, it becomes a cos omega t plus phi. It is very important. അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. ആ വെലോസിറ്റിയുടെ എക്സുമായിട്ടുള്ള റിലേഷൻ, ഇറ്റ് ഗോട്ട് ദ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് there. And the acceleration is equal to minus omega square x. അതിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ മറന്നു പോകരുത്. Energy of SHM. And keep in mind that any point in the path, we can say the total energy is a constant. But with respect to the position, the kinetic energy changes. Our relation on the memory like ortho noki revision. That is very important. Proper aayittulla revision aanu ettavum mikacha result like variya. So that half of omega square into s square minus s square. Manasiലേക്ക് എടുത്തേ. What is the relation for potential energy? That is a half omega square x square. But the total energy is always a constant with the concept as a half m omega square as a square. Then simple formula. So 2 pi into root L by G, that is the time period relation. And there L is suspension point and the bob in the center വരെയുള്ള ലെങ്ത് ആണ്. അതിന് വ്യത്യാസം വന്നാൽ അത് മാറും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ദ വേരിയേഷൻ ഓഫ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. നമ്മളൊരു മെറ്റൽ സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ that is a very important concept to keep in mind that L varies as L is equal to L0 into 1 plus alpha delta theta. മറന്നു പോകരുത്. പിന്നെ ജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ജി അത് നമ്മുടെ അപ്പാരന്റ് വെയിറ്റ് സിറ്റുവേഷൻ ആയിട്ട് അത് നമ്മുടെ ലിഫ്റ്റിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ദ സിറ്റുവേഷൻ ബിക്കംസ് എസ് ജി പ്ലസ് എ എന്ന് നമ്മൾ പറഞ്ഞു. അത് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ജി മൈനസ് എ എന്നൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ അഗൈൻ വി സെഡ് അനദർ വെരി ഇമ്പോർട്ടന്റ് വൺ, ദ സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇഫ് ഇൻ എ ലിക്വിഡ് വി ഇമേഴ്സ് എ ബോബ്, then what is the change happen to the gravity? That is J into 1 minus sigma by rho. And to keep in mind that sigma is the density of the liquid and rho is said to be the density of the body. Bob. That is very important. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ട ഒരു പോയിന്റ് ആണ് ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് അതോടൊപ്പം തന്നെ റെസൊണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ്. ഇത് നമ്മൾ ഡേ 6 നമ്മൾ കണ്ട ഓസിലേഷൻസ്. അതോടൊപ്പം നമുക്ക് വേവ്സ് എന്നുള്ള ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളും ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് we can go with the electrostatics, the field charges, potential capacitance. എന്തുകൊണ്ട് ഇങ്ങനെ റിവൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ
That is the result. ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അതാണ്. എന്റെ പഠന നാളുകളിലും അതോടൊപ്പം ഞാൻ പഠിപ്പിച്ച നാളുകളിലും. And I'm sure about one thing. എന്റെ 2 വിദ്യാർത്ഥികൾ ഫസ്റ്റ് റാങ്ക് നേടിയപ്പോൾ അവരുടെ പുറകിലുണ്ടായിരുന്ന മെന്റർ കൺസെപ്റ്റിൽ ഒന്ന് ഇത് തന്നെയാണ്. പ്രോപ്പർ റിവിഷൻ, പ്രോപ്പർ ഡ്യൂറേഷൻ. അത് +1+2 തന്നെ അവർക്ക് അത് ആർജിക്കാൻ കഴിഞ്ഞെങ്കിൽ അവർ പോയ മെത്തേഡ് ക്യൂട്ടാണെന്നുള്ളതിന് സംശയമില്ല. സോ നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ, സ്പീഡ്, അത് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലാപ്ലേസ് കറക്ഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ആ കൺസെപ്റ്റ് മറന്നു പോകരുതേ. ദാറ്റ് v is equal to root of that gamma p division by rho, and keep in mind the propagation of the sound wave obeys adiabatic process. It is very important. And then the wave equations, and keep in mind we can write to be as y is equal to a into, if we write to be as omega t plus kx plus 5, and keep in mind in which direction that wave propagates. That x coordinate shows it is positive, in the sense it is propagating. Come on, say in which direction that wave propagates. That vibrations are said to be along the y, but you have to say in which direction that wave propagates. Come on, say please. In which direction? Come on. In which direction that wave is propagated? Very good. Yes, it is along the minus x, the negative x-axis. കാരണം x നോട് ചേർന്നിരിക്കുന്ന coefficient എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ it should be in the negative concept. It is very important. Keep in mind. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒമേഗ എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 2π ഫ്രീക്വൻസി അല്ലെങ്കിൽ 2π/t എന്ന് നമ്മൾ പറയുമ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയ k എന്ന് പറയുന്നത് 2π/λ ആയിരിക്കണം. ഈ ഒമേഗയും കെയും നമുക്കറിയാമെങ്കിൽ മനസ്സിൽ മറന്നു പോകരുത്. ദാറ്റ് ω/k എന്ന് പറയുന്നത് ആൾവൈസ് സെഡ് ടു ബി ദ സ്പീഡ്. ഇനി നമ്മുടെ സ്റ്റാൻഡിംഗ് വേവ്സ് 3 കേസസ്. ഒന്ന് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, ഓപ്പൺ പൈപ്പ്. ഇത് രണ്ടിനെ നമുക്ക് ഒറ്റ കേസായിട്ട് നമുക്ക് എടുക്കാം. So the fundamental frequency take the value as v division by 12. അതുകൊണ്ട് തന്നെ keep in mind all the harmonics are possible in stretched string and open pipe. And the next case, for the closed one, the fundamental frequency take the value as v division by 4l. മറക്കരുത്. But there only possibility are the odd harmonics. It is very important. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തതാണ്, മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. ബീറ്റ്സ് ദാറ്റ് ഇഫ് രണ്ട് വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസീസ് നിയർലി ഈക്വൽ ആകുമ്പോൾ നടക്കുന്ന പ്രോസസ്സാണ്. നമ്മുടെ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിളിൽ നമ്മുടെ വേവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് ആണ്. ഒന്ന് സ്റ്റാൻഡിംഗ് വേവ്സ് ആണ്, 2 ഇന്റർഫറൻസ് ആണ്, 3 ബീറ്റ്സ് ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. ആൻഡ് ദ ഡോപ്ലർ എഫക്റ്റ്, ഈ 5 പോയിന്റുകളിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർ കൊടുക്കാൻ പറ്റുന്ന, ഏറ്റവും ടോപ്പ് കൊടുക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ് ഇക്വേഷൻസ് എഴുതി. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ദ ഡേ 7 ഇലക്ട്രോസ്റ്റാറ്റിക്സ്, 4 ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കാം. 2016 മുതലുള്ള അനാലിസിസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെയാണ്? Yes, the 2019 got 6 questions till 2020 with the 4 questions. So we can wait minimum 4 questions from this chapter. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ബ്രൈൻഡ് ക്വസ്റ്റ്യൻസ് ഹാവ് ദ ചാൻസ്. നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിന്റെ അല്ലെങ്കിൽ വേവ്സിന്റെ അല്ലെങ്കിൽ ആറ്റംസ്, ന്യൂക്ലിയൈ, റേഡിയോ ആക്ടിവിറ്റി മാതിരി ഏറ്റവും സ്കോറബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാതിരി അല്ല ഇവിടെ ക്വസ്റ്റ്യൻസ് വരിക. തിയറി വളരെ കംഫർട്ടായിട്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക്, എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യുവാൻ പറ്റും. സോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഇത് ഒന്ന് റൈറ്റ് ഡൗൺ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഐ ആം ഗിവിംഗ് യു ദ 10 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക്സ്. വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഉൾപ്പെടെയുള്ള 10 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. 1 by 1 ആയിട്ടിരിക്കട്ടെ. അത് ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക.
ഉറപ്പിക്കാം that 4 questions are coming inside that 10 big points. The first one, the charges in equilibrium. And keep in mind, a system is said to be equilibrium in the sense the net force, it should be equal to 0. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരിക. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ? വി ക്യാൻ ഡിസ്കസ് വിത്ത് എ സിമ്പിൾ പ്രോബ്ലം. അപ്പോൾ കുളംസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണെങ്കിലും പല നമ്പർ ഓഫ് സിസ്റ്റംസ് വരുമ്പോൾ ഓരോ, ഇപ്പൊ as an example, suppose we are with the 3 charges, they are labeled as 1, 2, 3, are situated at the corners in an equilateral triangle. If the system is said to be in equilibrium in the sense, ഏതെങ്കിലും ഒരു റെഫറൻസ് ചാർജ് എടുത്താൽ, സേ 1 ആണെങ്കിൽ, the force on 1 due to 2 plus the force on 1 due to 3, that should be equal to 0. That is the possibility. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെക്ടർ സം എന്ന് പറയുന്നതാണ് 0 ആയി മാറിയത്. അടുത്തത് ഫീൽഡ് ലൈൻസ്. അതിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ സീരിയസോടെ നിങ്ങളൊന്ന് നോക്കിയിരിക്കണം. കാരണം മിക്കവാറും കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ലൈക്ക് ഫോഴ്സ്, യു ഹാവ് ടു ടേക്ക് ഇറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ദ ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. സോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ് ഡിഫറെന്റ് പൊസിഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ, ഹൗ മച്ച് ടോർക്ക് ഈസ് ആക്ടിങ് വിത്ത് റെസ്പെക്ട് ടു ദ ഇലക്ട്രിക് ഫീൽഡ് if it is tilted to an angle theta, then how much work we have to done to tilt from an angle, say theta 1 to theta 2. Then what is the potential energy stored there? In a dipole system, if it oscillates, what is the time period? That is very important one. വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അതിന്റെ തിയറി പാർട്ട് ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഡിസ്കസ് ചെയ്യാം. The Gauss's theorem, its applications, വളരെ വ്യക്തമായിട്ട് you can answer about one question from this area, especially the application of a straight conductor or an infinite plane sheet or a spherical shell or a conductor like that. The potential energy, another very important concept. Electric field potential, കഴിഞ്ഞ ഒരു 15 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്താൽ ഒരു ഓൾട്ടർനേറ്റ് വർഷം ഉറപ്പിക്കാൻ പറ്റുന്ന, നമുക്ക് ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് that electric field is said to be the negative gradient of potential. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം. Then the capacitance, അവന്റെ ബേസിക്സ്, ഒരു ഡൈഇലക്ട്രിക്കിന്റെ ഇൻട്രൊഡക്ഷൻ, സർക്യൂട്ട്സ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കൂ. You are with minimum 4 questions coming from that area. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്രെയിൻഡ് ക്വസ്റ്റ്യൻ, ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളും കൃത്യതയോടെ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. എന്നാൽ മാത്രമേ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവൂ. ഉറപ്പിക്കാം, ഞാൻ പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ you can get minimum 4 questions coming this ഈ ഒരു അവറിലെന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. So we can go with equilibrium ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് നോക്കൂ. 3 point charges are placed in a straight line L at points 0. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് നമുക്കൊന്ന് വരയ്ക്കാം. And that charges are placed at 0. ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ചാർജ് 4Q ആണ്. രണ്ടാമത്തത് L/2 എന്ന് പറയുന്ന പൊസിഷനിൽ we are with the next charge as a capital Q, and at L position we are with a small q. എന്നിട്ട് പറയാണ് the net force on that small q, അവനെ നമുക്കൊന്ന് നമ്പർ ചെയ്താൽ we can easily to analyze, say it is 1, 2, 3. The small q is 3. That means the net force on 3, it should be equal to 0.
then we need to find the value for Q. That is the aspect we have to find. അപ്പോൾ അവിടെ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ആ 3 എന്ന് പറയുന്ന ചാർജിൽ ആരൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യാനുള്ളത്? നമ്മുടെ ഫസ്റ്റ് ചാർജ്, സെക്കൻഡ് ചാർജ്. അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് the force on 3 due to 1 വെക്ടർ കൺസെപ്റ്റ് ആണ്, പ്ലസ് the force on 3 due to 2 it should be equal to 0 ആയി കഴിഞ്ഞു. ഇനി ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ സെൻട്രൽ ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവ ആക്ട് ചെയ്യുന്നത് എലോങ് ദ ലൈൻ ജോയിനിങ് ഡെമ്പാണ്. അതുകൊണ്ട് തന്നെ ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് നെറ്റ് വാല്യൂ വെക്ടർ കളഞ്ഞുകൊണ്ട് നമുക്ക് F3 പ്ലസ് F31 പ്ലസ് 32 എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ F31 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മുടെ കൂളംസ് ലോ നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് യൂസ് ചെയ്യാം. സോ K ഇൻറ്റു 1ഉം 3ഉം തമ്മിലാണ്. അപ്പൊ അവയുടെ ചാർജ് Q1 ഇൻറ്റു Q2. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരണേ, കൂളംസ് ലോ എന്ന് പറയുന്നത് F is equal to K ഇൻറ്റു Q1 Q2 ഡിവിഷൻ ബൈ R സ്ക്വയർ ആണ് അല്ലെ? യെസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് K ഇൻറ്റു 4Q ഇൻറ്റു നമ്മുടെ തേർഡ് ചാർജ് Q ആണ്. അവ തമ്മിലുള്ള സെപ്പറേഷൻ മറന്നു പോകരുത്, 0 ആണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ സെപ്പറേഷൻ നമുക്ക് L ആയിട്ട് നമുക്ക് എടുക്കാം. സോ L സ്ക്വയർ പ്ലസ് അടുത്തത് K ഇൻറ്റു Q1 ആയിട്ട് നമുക്ക് എന്താ പറയണ്ടേ? 2ഉം 3ഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അല്ലെ? അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ q ഡിവിഷൻ ബൈ L/2 ആണ് അവ തമ്മിലുള്ള സെപ്പറേഷൻ. ഇത് 0 ആകണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടേമിനെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ സൈൻ മാറുന്ന കാര്യം മറന്നു പോകരുതേ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 4Q into Q by L square is equal to minus K into capital Q small q division by that is L square division by 4. That is very important one. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് ക്യാൻസൽ ചെയ്ത് വിട്ടേ. ദാറ്റ് ഈസ് K ക്യാൻസൽ, 4 ക്യാൻസൽ, നമുക്ക് L സ്ക്വയർ ക്യാൻസൽ ആയി പോയി, ഒരു Q ക്യാൻസൽ ആയി അല്ലെ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ നമുക്കിവിടെ ആൻസർ ആയി കഴിഞ്ഞു, മൈനസ് capital Q. So our answer is capital Q is equal to that minus Q, and we get that second choice as the answer. ഇത് വളരെ പ്രധാനം. Yes, very good, very good. That is very good. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. So that is so we can move to the next question. അപ്പൊ ഈ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂളോംസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ ഒരു സിസ്റ്റം വരുമ്പോൾ നിങ്ങൾ ഓർക്കണേ, സപ്പോസ് ഇങ്ങനെ ഒരു കേസ് ആണെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു Q ഉണ്ട്, ഇവിടെ ഒരു Q1 Q2 Q3 ഉണ്ട് എങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ Q എന്ന് ചോദിച്ചാൽ ഓരോന്നിന്റെ ഇന്ററാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഒരേ നേച്ചർ ആണെങ്കിൽ ഈ Qവിനെ ഈ Q1 എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്യും. അപ്പൊ അത് 1ന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ 3യുടെ കോൺട്രിബ്യൂഷൻ ആദ്യം, അപ്പൊ ഇവനെ നമ്മൾ കണക്കാക്കിയിട്ടില്ല. അപ്പൊ ഇവർ രണ്ടുപേരുടെയും റിസൾട്ടന്റ് അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പൊ അത് F13 ആയിട്ട് എടുക്കാം. ഇനി നമ്മുടെ ദ ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു Q2 നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് വെക്ടർ കൺസെപ്റ്റ് എടുക്കുക. സോ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും വെക്ടർ സം ദ റിസൾട്ടന്റ് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് അത് ചെയ്യാൻ പറ്റും, നോ ഡൗട്ട് അറ്റ് ഓൾ. അടുത്ത നമുക്ക് ജസ്റ്റ് ഒരു റിവിഷൻ ആണ് നമ്മുടെ ഫീൽഡ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്കറിയാം നമ്മുടെ ഒരു പ്ലസ് Q മൈനസ് Q എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചാർജിന്റെ ഒരു കോൺഫിഗറേഷൻ ആണ് ഡൈപോൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പോ അതിലെ മോണോപോൾ എന്ന് പറയുന്ന ഒരു പ്ലസ് Qവിന് എക്സിസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പ്രത്യേകത. അൺലൈക്ക് മാഗ്നറ്റിസം, നമുക്കറിയാം ഫീൽഡ് ലൈൻസ് പ്ലസ് Qവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് റേഡിയലി ഔട്ട്വേർഡ് ആണെന്നുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അറിയാം. ഈ രണ്ട് ഫിഗേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ക്യാപിറ്റൽ Q ഈസ് ഗിവൻ ആസ് എ ഗ്രേറ്റർ കമ്പയർഡ് ടു സ്മോൾ Q. അപ്പൊ ഈ ക്യാപിറ്റൽ Qവിന്റെ വലുപ്പം അതറിയാൻ പറ്റുന്നു. എന്ത് ബേസ് ചെയ്തിട്ടാണ്?
ചാർജിന്റെ എമൗണ്ട് കൂടുതലായിരുന്നാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണത്തിനും കൂടുതലുണ്ടാവും. ആ ഒരു കൂടുതലാണ് അവിടെ കാണിച്ചിരിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരാം, Q1 Q2 ഈസ് ഗ്രേറ്റർ ദാൻ 0. മറന്നു പോകരുത്, രണ്ടിന്റെയും പ്രോഡക്റ്റ് ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആണ് എന്ന് പറയുമ്പോൾ ഉറപ്പിക്കാം രണ്ടും ഒരേ ടൈപ്പ് ചാർജസ് ആണെന്നുള്ള കാര്യം. പക്ഷെ ലെസ് ദാൻ 0 വരുമ്പോൾ മറന്നു പോകരുത്, രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആണ് എന്നൊരു ആസ്പെക്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. two lines never intersect. The meaning is two directions are possible at that point. Two lines of force are possible at that point. It is not possible. Keep in mind. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ലൈൻസ് ഓഫ് ഫോഴ്സ് എപ്പോഴും ഒരു കണ്ടക്ടറിൽ നിന്ന് പുറത്തു വരുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. So we can move with one question. I need your answer. Presence of mind എന്ന് നല്ല ഉഷാറായിട്ടൊന്ന് ഉപയോഗിച്ച് ലൈൻസ് ഓഫ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട the three positive charges of equal values Q are placed at the vertices of an equilateral triangle. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ വെർട്ടിസസിലായിട്ട് ഈക്വൽ ചാർജസ് ആണ് വെക്കുക. അപ്പൊ അവര് പരസ്പരം റിപ്പൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ദ റിസൾട്ടിങ് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ ഈ ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദിസ് വൺ, ഇവിടെ ഒരു പ്ലസും ഒരു പ്ലസും രണ്ട് പോസിറ്റീവ് വാല്യൂസ് ആണ് ഒരുമിച്ച് ചേർന്നിരിക്കുക. അവയുടെ ലൈൻസ് ഓഫ് ഫോഴ്സ് കണ്ടോ, അത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് അല്ലെ? ആ ഒരു ആസ്പെക്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. എങ്കിൽ യുവർ ആൻസർ ഈസ് നീഡഡ് ഹിയർ. കമാൺ 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 കമാൺ, യു ക്യാൻ. ബട്ട് പ്രോപ്പർലി ചിന്തിക്കണം. ഓരോ ഫിഗറും ഡൈവേർജൻസ് സംഭവിക്കണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് എ ചോയ്സും ഡി ചോയ്സും നമുക്ക് കളയാം. പിന്നെ നമുക്ക് ബിയും സിയും ആണ്. സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചേ. There is a good clue is there inside. വളരെ വ്യക്തതയോടെ. വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ ഓൺ ദ വേ. കാരണം നോക്കിയേ, ബി ചോയ്സിലെ സെൻട്രൽ പോർഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. Central, there is a circular concept is there. It is not applicable. Very important one. So we can say that to see as the answer for the question. That is very important one. So very good, very good. Yes. So we can move with the question number 31. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറയുന്നത്, the distance between the two charges Q1 with a value plus 2 microcoulomb and Q2 plus 8 microcoulomb is 15 centimeter. Calculate the distance from the charge Q1 to the points on the line segment joining the two charges where the electric field is 0. Electric field 0 ആകുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം സിമ്പിൾ ആയിട്ട് നമ്മുടെ ആ ചാർജ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് അനദർ ചാർജ് ആസ് Q2. അപ്പൊ അവ തമ്മിൽ മനോഹരമായിട്ട് കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട് 15 സെന്റിമീറ്റർ ആണ് അവ തമ്മിലുള്ള ഗ്യാപ്പ്. സോ Q1ന്റെ വാല്യൂ എന്ന് പറയുന്നത് +2 മൈക്രോ കൂളംബ് ആണെന്നും Q2വിന്റെ വാല്യൂ എന്ന് പറയുന്നത് +8 മൈക്രോ കൂളംബ് ആണെന്നും നമുക്ക് വ്യക്തമാണ്. ദാറ്റ് ഈസ് ഗുഡ്. അങ്ങനെയാണെങ്കിൽ Q1ൽ നിന്ന് അവ തമ്മിൽ യോജിച്ചു വരുന്ന പോയിന്റിൽ എവിടെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആകേണ്ടത്? അപ്പൊ ഈ പോയിന്റ് നമുക്ക് P ആയിട്ട് എടുത്താൽ അവിടെ 0 ആകും. അതെങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാം? How we can find the electric field at a particular point? അതിന് എന്താണ് ചെയ്യേണ്ടത്? You have to take one positive test charge. ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എടുത്തിട്ട് നമ്മുടെ P എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഒന്ന് വെച്ചേ. എന്നിട്ട് അവന്റെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. The Q1, that positive charge, it will ripple. So we can say that E1 is acting in this way. In the same manner,
You just think about what is the interactive concept with the Q2. And really, you know, again, the positive charge is repelled by Q2, so that E2 is acting in this way. And hence we can say there is a probability to cancel each other. So we can say the electric field at the first one should equal to the electric field at 2. It is very important. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ 0 ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആയാൽ പറ്റും അല്ലെ? യെസ്, മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഈക്വൽ ആക്കി വിടാം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോർമുല എഴുതിയേ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ മനോഹരമായിട്ടുള്ള റിലേഷൻ ദാറ്റ് K into the charge responsible by that separation square. Come on, very good. Come on, very good. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? That K into the first charge as a Q1 division by, suppose that point is labeled at a separation x from that Q1. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് Q2-വിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം 15 minus x. So we can say K into Q1 division by x square. It must be equal to K into the responsible charge division by the separation is nothing but equal to 15 minus x the whole square. And you can substitute easily. How? Come on. So K cancel. The Q1, it is a 2 microcoulomb by x square equal to that 8 microcoulomb, that division by 15 minus x the whole square. Micro cancel, that 2, 8, it becomes 4, and we can say 15 minus x the whole square division by x square equal to, that is equal to 4. ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ? യെസ്, നമുക്കൊന്ന് രണ്ടിടത്തും റൂട്ട് എടുത്തേ, സ്ക്വയർ അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പൊ 15 minus x, that division by x is equal to, we get the value as is equal to 2. That means 15 minus x is equal to 2x. Therefore, you get the value 15 equal to 3x. Come on. You get the value for x is equal to 15 by 3. That is equal to as a 5 centimeter. And you get the choice as that E choice, the fifth choice. So that is a very good concept there. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇപ്പൊ ഇത് ഒരു 3 ബോഡി സിസ്റ്റം എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമുക്ക് വന്നേ. അതിന് പകരമായിട്ട് നമുക്കൊരു 4 സ്ട്രക്ചർ വന്നാലും ഇതേ സ്ട്രാറ്റജി. ഏത് പോയിന്റ് ആണോ അണ്ടർ കൺസിഡർ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ആ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കുക. എന്നിട്ട് ഓരോ മറ്റു ചാർജിന്റെയും ഇന്ററാക്റ്റീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ സം ആയിട്ട് കണ്ടുപിടിച്ചാൽ യു ഗെറ്റ് ദ ആസ്പെക്ട്. സോ കീപ് ഇൻ മൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഫോഴ്സ് ആർ പ്യുവർ വെക്ടേഴ്സ്. സോ യു ഹാവ് ടു ടേക്ക് the vector sum of individual contributions. That is the principle of superposition. So we can move with the next one. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നിങ്ങൾ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. -q + q എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടെങ്കിൽ ആ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ആക്സിൽ ലൈനിലെ അതിന്റെ ഇക്വിറ്റോറിയൽ ലൈനിലെ ഫീൽഡ്, യു ആർ കംഫർട്ട് വിത്ത് ദാറ്റ് ഡേറ്റ. വളരെ പ്രധാനപ്പെട്ട 4 ഫോർമുലകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. The torque acting on it, the work done, the potential energy, and the very important one, the time period. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം നോക്കൂ, ഇവിടെ റൈറ്റ് വേർഡ്സിലായിട്ട് ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടെ നമ്മളൊരു ഡൈപോൾ വെച്ചപ്പോൾ അവന്റെ -q ചാർജ് +q ചാർജ് ഉറപ്പിച്ചു. ഇറ്റ് ഈസ് ആക്ടഡ് ബൈ എ ഫോഴ്സ്. ഉറപ്പിച്ച് നമുക്കറിയാം that electric field takes the direction from plus to minus and is attracted like this one. അതുകൊണ്ട് തന്നെ there is 2 equal but opposite forces and it will create a rotatory motion.
how we can find the torque acting on it? You know, the very important vector relation as is equal to P cross E, and we can say that is equal to P E sine theta. That is the very important relation. And keep in mind that the torque take the maximum value when theta take the value as equal to 90 degree. In the sense we can say it become aligned perpendicular to the magnetic field. എന്ന് പറഞ്ഞാൽ ആ dipole ഇങ്ങനെയായിരിക്കണം. And keep in mind it is a vector coordinate. You must certainly know in which direction it is acting. And you know, in vector concept, we can say P cross E, you can curl your right hand fingers from the direction of dipole moment to electric field, P cross E, you have it to curl your right hand fingers. വലത് കൈവിരലുകളെ ചുഴറ്റണം dipole moment in the directionil ninnu electric field in the directionilekku. The thumb will indicate the direction of torque. And keep in mind it always perpendicular to the both the vectors P and E. That is very important. Then we can move with the next concept as work done. സാധാരണ രൂപത്തിൽ നമ്മളുടെ ഒരു ഡൈപോള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവൻ കംഫർട്ടായിട്ട് അലൈൻ ചെയ്യുന്നത് എപ്പോഴും മാഗ്നറ്റിക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെയാണ്. അവിടെ നിന്ന് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്ന് മറ്റൊരു ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്യണമെങ്കിൽ we have to do the work against the force given by the electric field on the charge system. So in order to tilt from an angle theta 1 to theta 2, how much work we have to done? That is a very important relation. It take the value as is equal to PE cos theta 1 minus cos theta 2. അപ്പോൾ theta 1 എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് theta 2 എന്ന് പറയുന്ന ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്യാൻ എന്തുമാത്രം വർക്ക് ചെയ്യണം? That is work done. It takes the formula PE cos theta 1 minus cos theta 2. It is very important. And keep in mind the potential energy. The potential energy stored in it. Keep in mind when we tilt with an angle theta 1 is equal to 90 degree to any angle theta, എന്തുമാത്രം വർക്ക് ചെയ്യുന്നുവോ that is stored as the potential energy. And hence we can say the potential energy there is minus P cos theta. വളരെ പ്രധാനപ്പെട്ട relation. With two conditions to keep in mind. The potential energy എന്ന് പറയുന്നത് minimum ആയിട്ടുള്ള situation. That will happen when the angle of orientation between the field and the dipole moment becomes zero. That is called the situation as stable equilibrium. Stable equilibrium. It is very important. Potential energy maximum ആയിട്ടുള്ള situation. അതിനെ എന്ത് പേരാ വിളിക്കുക? Are you heard about that? That is called unstable equilibrium. Unstable equilibrium എന്ന് പറയുമ്പോൾ ഓർക്കണേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അത് സംഭവിക്കണമെങ്കിൽ ഈ -9 പ്ലസ് ആയിട്ട് മാറണം. അത് സംഭവിക്കണമെങ്കിൽ തീറ്റയുടെ വാല്യൂ 180 ആയിട്ട് മാറണം. സോ 180 ഡിഗ്രിയിൽ അലൈൻഡ് ആകുമ്പോൾ keep in mind the theta is the angle between that electric lines of force and the dipole moment direction. The dipole moment direction is always from negative minus charge to plus charge. It is very important. And then we are with that time t, the time period. Simple ആയിട്ട് ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഡൈപോളിനെ ഒരല്പം ഒന്ന് ടിൽറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം. There is a restoring torque is produced on the dipole and it will execute as such. If the angle is less, that time period is given as t is equal to 2 pi into root of I division by p into e. And keep in mind there capital I is nothing but the moment of inertia of that minus q plus q system. And P is the dipole moment, and capital E is the electric field in which that system is placed. സംശയമൊന്നും വേണ്ട. ഒരു ചെറിയ റോഡ് എടുക്കാം നമുക്ക്. അതൊരു
നോൺ കണ്ടക്ടിങ് ആയിക്കോട്ടെ, അതിന്റെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് ചാർജ് വെച്ചാൽ മതി. സോ അതൊരു സിസ്റ്റം ആയിട്ട് മാറി. അതിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദാറ്റ് SHM. That point is very, very important one. You're waiting a very good question. Come on, come on. An electric dipole moment. That dipole moment is given as is equal to 400 microcoulomb. Is placed in a transverse electric field. That electric field is given as is equal to 50 volt per meter and at an angle of 30 degree to the electric field. Then come on, quick, find the torque acting on it. Pettannu answer like varan shramiche. How much torque is acting on it? Come on, come on. Your choice. Very good, very good. Come on. Let's try to do it. Yes. നമുക്കറിയാം ദ ടോർക്ക് ആക്ടിങ് എന്ന് പറയുന്നത് PE sin θ ആണ്. നമ്മുടെ ഡൈപോൾ മൊമെന്റ് ഇവിടെ മ്യൂ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 400 into 10 to the power of -6 into that electric field as 50 into sin 30 as 1/2. So that is equal to 4 into 5 as 20. So 2 into, so we're gonna just say 2. So 200. So 110 to the power of 4 into 10 to the power of -6. So we get the value as a 10 to the power of -2. Come on, select the answer. Very good, very good. You're on the way. You get the answer as E choice. Karanam, magnitude is okay, and also normal to the electric field and the dipole moment. E as the answer. And we can move with the very important concept. നമ്മുടെ ഗൗസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ ഇക്വേഷൻസ് വളരെ കൃത്യതയോടെ ഓർക്കുക. അപ്പൊ ഒരു സാധാരണ രൂപത്തില് ലാംഡ ലീനിയർ ഡെൻസിറ്റി ഉള്ള ഒരു ചാർജ് ഉള്ള ഒരു വയർ ആണെങ്കിൽ അത് R സെപ്പറേഷൻ ഉള്ളിടത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ റിലേഷൻ മറന്നു പോകരുത്. That 1/4πε0 into 2 lambda division by R വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, അതിന് സിഗ്മ ചാർജ് ആണ് ഉള്ളതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ആസ് sigma/2ε0. ഇതേപോലത്തെ ചാർജ് കോൺട്രിബ്യൂഷൻസ് വരുമ്പോൾ ഓർക്കണേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക്. ഇവിടത്തെ കോൺട്രിബ്യൂഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് അതിനെ ഇങ്ങോട്ട് വെക്കും അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ ഡിറക്ഷൻ ഫോർ E1. അതത്തെ വാല്യൂ എന്ന് പറയുന്നത് അവന്റെ ചാർജ് ഡെൻസിറ്റി ഡിവിഷൻ ബൈ 2ε0. അതേപോലെ ഇഫ് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് sigma2, അവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അവനെ ഇവൻ റിപ്പൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ ഇവിടത്തെ E2വിന്റെ ഡയറക്ഷൻ എന്ന് വാല്യൂ എന്ന് പറയുന്നത് sigma2 ഡിവിഷൻ ബൈ 2ε0. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. അങ്ങനെ വരുമ്പോൾ രണ്ടിന്റെ റിസൾട്ടന്റ് അത് sigma1ന്റെയും sigma2വിന്റെയും വാല്യൂ എടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. അതോടൊപ്പം സ്പെറിക്കൽ ഷെല്ലിന്റെ കോൺട്രിബ്യൂഷൻ മറന്നു പോകരുതേ കുഞ്ഞുങ്ങളെ. നമ്മുടെ ഇൻസൈഡ് ആയിട്ടുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നുള്ള ആസ്പെക്ട്സ് ഓർക്കണേ. കാരണം ഗോസസ് തിയറം ബേസ് ചെയ്തിട്ട് നമ്മുടെ ആ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊരു പോയിന്റ് ഇൻസൈഡിനെ നമ്മൾ എടുത്താലും അതിനുള്ളിൽ ചാർജ് ഇല്ല. കാരണം ഒരു കണ്ടക്ടറുടെ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് that charges are resides on its surface only. That is very important one. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ഒരു പോയിന്റിനുമില്ല. അതുകൊണ്ട് ഈ കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും സെയിം ഗ്രാഫ് തന്നെ കിട്ടുമെന്നുള്ള ആസ്പെക്ട്സ് മറന്നു പോകരുത്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. കം ഓൺ, ട്രൈ ടു ഡു ഇറ്റ്. ഡിയർ വൺ, പെട്ടെന്ന് ക്വിക്കായിട്ട്. A sphere of radius R has a uniform volume charge density. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ
നമ്മുടെ ചാർജ് ഡിവിഷൻ ബൈ വോളിയം ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. അതിന്റെ റേഡിയസ് തന്നെയാണ് പറയുന്നു. The magnitude of electric field at a distance r from the center of the sphere, that r is given as a capital R. അപ്പോൾ നമ്മൾ ഒരു സ്പിയർ എടുത്തു, അതിന് സ്മോൾ ആർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ക്യാപിറ്റൽ ആറിനേക്കാൾ കൂടുതൽ. അപ്പൊ ഇതിനെ നമുക്കൊരു പോയിന്റ് ചാർജ് ആയിട്ട് എടുത്താൽ മതി അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അവിടെയുള്ള ചാർജ് കോൺട്രിബ്യൂഷൻ എത്രയാണ്, ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ആർ സ്ക്വയർ എന്നുള്ള ആസ്പെക്റ്റിലേക്ക് നമുക്ക് എഴുതാം. സിമ്പിൾ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അങ്ങനെ വരുമ്പോൾ we can write to be, come on, try to do it, come on. Yes, 1 by r square into what is q? From this we can write to be rho into that 4 by 3 pi r cube. So we can take that 4 pi cancel. It is very important one. So we can write to be as is equal to as rho r cube division by 3 epsilon 0 r square. That is a very important one. ഇത് നമ്മുടെ കേരള എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. So we can say easily that answer as our D choice. So that is the electrostatics. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ചെയ്യാം. So day 8 tomorrow evening with God's grace at 6:30 p.m. we are with a very good chapters. കാരണം മിനിമം 10 ക്വസ്റ്റ്യൻ നമുക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. Minimum 10 questions. That means 40 marks. 40 marks in the sense you can wait minimum ഒരു 10 to 20,000 rank. അത് ആ 40 മാർക്കിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അത്ര പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമുക്ക് അടുത്ത ദിവസം വെയിറ്റ് ചെയ്യുന്നത്. സോ ചൂണ്ടായിരിക്കുക കൃത്യമായിട്ട് ആ സമയത്ത്. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ I am Samsonesis, a physics teacher for last 20 years. In this pandemic ആയതുകൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് കോച്ചിങ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ. So please try to share this channel to your friends. Really help. സാധാരണ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഫിസിക്സിന്റെ ക്ലാസ് ഫ്രീ ആയിട്ട് തന്നിട്ടല്ല, ഇത് 7ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലാവും. സോ യു ക്യാൻ ഗോ ഇൻ. ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, അതോടൊപ്പം ഷെയർ ചെയ്യുക. ഈ ഒരു ചാനലിലെ 100 ഇമ്പോർട്ടന്റ് ഫിസിക്സ് പോയിന്റ്സ് ആർ ദെയർ. അതിലൂടെ നിങ്ങൾക്ക് പോയാൽ ഉറപ്പിക്കാൻ 72 ക്വസ്റ്റ്യനിൽ 50+ ആസ്പെക്ട്സും ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സിൽ നിന്ന് തന്നെ ആയിരിക്കും. ഡാം ഷുവർ ആണ്. സോ യു മസ്റ്റ് ഗോ വിത്ത് ദാറ്റ് വൺ. അതോടൊപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനെ ചാപ്റ്റർ വൈസ് ആയിട്ട് അലൈൻ ചെയ്ത് ഓരോ ചാപ്റ്ററിൽ നിന്ന് മിനിമം 15 to 20 ക്വസ്റ്റ്യൻസ് അലൈൻ ചെയ്തിട്ടുള്ള 30 വീഡിയോസ് ആർ ദെയർ. Keam previous year in this channel പ്ലേലിസ്റ്റിൽ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. അത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും മികച്ച റിസൾട്ട് എത്തുന്നതിന് നിങ്ങളെ സഹായിക്കും. സോ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. So we can go with a very important question. വീണ്ടും the application of superposition concept here. The 5 equal point charges with Q is equal to 10 nanocoulomb are located at, so a straight line is there at so we can say 0 here at x is equal to 2 meter, at x is equal to 4, at x is equal to 5, at x is equal to 10, and at x is equal to 20 meter. Equal charges are placed, then not at O. If epsilon 0 is so much, then the potential at the origin x is equal to 0 is potential due to many charges. And again we need to think with the principle of superposition, but you should know the potential is a scalar quantity. അപ്പോൾ നമ്മൾ
ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും ഒക്കെ എടുത്തപ്പോഴും നമ്മൾ വെക്ടർ സം ആണ് കൺസിഡർ ചെയ്തത് അല്ലെ? അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ ജസ്റ്റ് ആൾജിബ്രൈസ് ആണ്. That means we need to find the contribution of 2 plus 4 plus 5 plus 10 plus 20. But keep in mind the very important concept there. സയൻസിന് വിത്ത് സൈൻ പ്ലസോ മൈനസോ അതുണ്ടെങ്കിൽ കൃത്യതയോടെ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ആയിട്ട് ഇങ്ങനെ തന്നെ എഴുതാം. K into Q division by the separation here as to the concept, the potential due to a point charge is equal to K into that charge division by separation. So നമുക്ക് രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് Q/4 ആയിട്ട് നമുക്ക് എടുക്കാം. Then KQ by 5, then KQ division by 10, then KQ division by 20. അതിലെ കെയും ക്യൂവും ഒന്ന് പുറത്തേക്ക് എടുക്കാം അല്ലെ? കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മറ്റൊന്നും ആലോചിക്കണ്ട, 9 into 10 to the power of 9 ആണ്. മറ്റേത് നമുക്ക് 10 കൂളംബ് എന്നാണ്, നമുക്ക് 10 നാനോ ആണ് അല്ലെ, -9 കൂളംബ്. That division by 1/2 plus 1/4 plus 1/5 plus 1/10 plus 1/20. ഗ്രൂപ്പ് ചെയ്തു, പെട്ടെന്ന് സോൾവ് ചെയ്താൽ മതി. ഇതിനിവിടെ ക്യാൻസൽ ആയി അല്ലെ, 90 ആയി അല്ലെ? ഇനി പെട്ടെന്നായിട്ട് നമുക്ക് അതൊന്ന് സോൾവ് ചെയ്തെടുത്താല് I think you get the answer as is equal to 22/20, and solving you get the value as a 99 volt. That means the D choice is the answer. So potential, അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. സോ അത് വളരെ കൃത്യതയോടെ പഠിച്ചിരിക്കുക. വെക്ടർ വരുമ്പോൾ വെക്ടർ, ഐ മീൻ ദ ഫോഴ്സ്, ദ ഇലക്ട്രിക് ഫീൽഡ്, ദ ഗ്രാവിറ്റേഷൻ വരുമ്പോൾ ദ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇതൊക്കെ വരുമ്പോൾ പ്യുവർ വെക്ടേഴ്സ് ആണ്. സോ യു ഹാവ് ടു ആഡ് ദ വെക്ടർ സം എടുക്കണം. പക്ഷെ അതേസമയം ഇതിന്റെ പാരലായിട്ട് പറയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതേപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇതൊക്കെ വരുമ്പോൾ യു ഹാവ് ടു ടേക്ക് ദ algebraic sum. പാരലായിട്ട് പഠിക്കാം കേട്ടോ ഗ്രാവിറ്റേഷൻ. ഇതിന്റെ നൊട്ടേഷൻസ് മാത്രം നമ്മൾ മാറ്റി വെച്ചാൽ മതിയാണ്. പ്രധാനപ്പെട്ട റിലേഷൻസ് എല്ലാം നമുക്ക് ഈസിയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വി ക്യാൻ ഗോ വിത്ത് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട് യൂഷ്വൽ ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് യു ജസ്റ്റ് മൾട്ടിപ്ലൈ ദ അതർ ചാർജ്, യു ഗെറ്റ് ദ വാല്യൂ. അപ്പം ഒരു Q1 ഉം Q2 എന്ന് പറയുന്ന ചാർജ് ആണെങ്കിൽ അവ തമ്മിലുള്ള സെപ്പറേഷൻ ആറായിട്ടാണ് നമുക്ക് അറിയാമെങ്കിൽ we can simply that potential energy is nothing but equal to K into Q1 Q2 division by that R. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇനി ഓരോന്നിന്റെയും പരസ്പര കോൺട്രിബ്യൂഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉത്തരം ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിലേക്ക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നോക്കൂ, the three charges 1, 2, 3 are placed at the vertices of a right-angled isosceles triangle. That means if it is a isosceles. അപ്പോൾ ഇതൊരു ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം √2a, കംഫർട്ട് ആയി. The net electrostatic potential energy of the configuration is 0. The net potential energy of the configuration is 0. U is equal to 0. ഏതൊക്കെ കോൺട്രിബ്യൂഷൻസ്? At first you can take as 1 and 2. So you can take as 1 and 2 plus. Then next we can take as 2 and 3 plus. Then we can take as 1 and 3. That U1 3 should be equal to 0. ഇനി നമുക്ക് നമ്മുടെ റിലേഷൻ ഉണ്ട്, സിമ്പിൾ ആയിട്ട് അങ്ങനെ എഴുതിയാൽ മതി, നമുക്ക് ആൻസറിലേക്ക് വരാം പെട്ടെന്ന്. Come on, quick. So U1 2 ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. So K into that one value is nothing but equal to Q, and the next one as 2 as a small q with the separation as A. Then 2, 3. അത് നമുക്ക് A ഗ്യാപ്പ് ആണ് തന്നിരിക്കുന്നത്, പക്ഷെ അവർ രണ്ടുപേരും Q ആണ്. സോ Q² ഡിവിഷൻ ബൈ വീണ്ടും A ആണ്. പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണേ, ഇലക്ട്രിക് ഫീൽഡിലെല്ലാം നമ്മൾ R² യൂസ് ചെയ്തു. പൊട്ടൻഷ്യൽ വരുമ്പോൾ അബദ്ധത്തിൽ ആകരുത്, ശ്രദ്ധിച്ചാണ്. So here plus U1 3. So UK into that capital Q small q division by √2a, it should be equal to 0. That is important. ഇനി നമുക്ക് പെട്ടെന്ന് നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരമായി കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ
അത് രണ്ടില് നമുക്ക് K, capital Q, small q by A is in common. So 1 plus 1 by root 2 plus K Q square division by A equal to 0. So നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതൊന്ന് ക്രോസ് ചെയ്ത് K capital Q small q by A into root 2 plus 1 by root 2, that must be equal to minus K Q square division by A. So K cancel. So small q cancel. Then A cancel. So from that, you can easily find the value Q is equal to minus a small q into, that is very important, root 2 division by that root 2 plus 1. Come on, sense it. What is the answer for that seventh question? Come on, everybody. Yes. Come on. And you get the answer as that B choice as the answer. Good. Very good. So, ഈ potential energy aspects, ആദ്യം principle of superposition, formula അറിഞ്ഞിരുന്നാൽ ഓരോന്ന് തമ്മിലുള്ള കോൺട്രിബ്യൂഷൻസ്. ഇനി 4 ചാർജസ് വരുമ്പോൾ മറന്നു പോകരുത് കേട്ടോ. അപ്പം ഇത് 1, 2, 3, 4 ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഇവര് ഇനി ക്രോസ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ തരത്തിൽ ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻസ് എടുക്കുവാൻ വേണ്ടി ഓർക്കുക. നമ്പർ 8, ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. നോക്കണേ, ശ്രദ്ധിച്ച്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന കോൺസെപ്റ്റ് ആണ്. The potential at any point x, y, z in space is given as V is equal to 4z square root, where x, y, z all are in meter. The electric field at that point is given as x, y, z, that take the value as 102 in volt per meter is. So that is very important one. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ, that is equal to that negative gradient of separation എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ have the chance for that 3 components. The I component, what is the I component? That is dV by dx into I minus dV by dy into j minus dV by dz into k. ഇത് ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്. Yes, you are on the way. Very good. Yes. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ v is equal to 4z square. അതിന് x ഇല്ല, y ഇല്ല. അപ്പൊ നമുക്ക് ആ രണ്ട് കമ്പോണന്റുകളെയും നമുക്ക് വേണ്ട. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് dV by dz that much k. എന്താണാവോ ഈ dV by dz എന്ന് പറയുന്നത്? ഇവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് 8 into z എന്ന് കിട്ടി. പക്ഷെ you need to find the value at x, y, z. That z value is 102. So here the variable is z. So you have to put the value as 2. So 8 into 2, it becomes 16. അപ്പൊ dV by dz 16 ആണെങ്കിൽ നമ്മുടെ E എന്ന് പറയുന്നത് -16k ആയിരിക്കും. K4z -4 negative z axis, and hence you can certainly sense the answer as that second choice. Very good. That is very important. So that is the 8th question, and we can go with the next one, number 9. See, നമ്മുടെ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട തിയറി മനോഹരമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഏരിയയിൽ ഒന്ന് ഉറപ്പിക്കാം. ഒരു സർക്യൂട്ടോ അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ഡൈഇലക്ട്രിക്കിന്റെ കോമ്പിനേഷനോ ഒക്കെ അത് കൃത്യതയോടെ നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. Find the total capacitance, the effective capacitance ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ടോട്ടൽ ചാർജ് ഓൺ ദ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. നോക്കിയേ, അപ്പൊ ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ മെനഞ്ഞാൽ നോക്കിയേ,
Here the 1 nano F and the 2 nano F are in parallel. Parallel എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. Individual ആയിട്ട് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 1 NF plus 2 NF. Come on, give the answer. It becomes 3 NF. അത് മറ്റൊരു 3 NF-ഉമായിട്ട് സീരീസ് ആണ് with the cell. That cell is called 6 volt. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3NF-ഉം this 3NF-ഉം സീരീസ് ആണ് കണക്ഷൻ. അപ്പൊ നമ്മുടെ സീരീസ് കണക്ഷൻ വരുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടോ? The value is C1 plus 1 by C2. ഇവിടെ രണ്ടും സെയിം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 1 by 3. അപ്പൊ നമ്മുടെ വാല്യൂ CS എത്രയായിട്ട് നമുക്ക് എഴുതാം? Yes, in series that value is 3 by 2 ENF. That means 1.5 ENF. So that is the concept. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അല്ലേ? എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ ചാർജ് ഓൺ ഇറ്റ് ആണ്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? The charge എന്ന് പറയുന്നത് CV, the C effective into the potential there. What is the C effective there? The C effective എന്ന് പറയുന്നത് that is equal to 1.5 that ENF into that potential, that is a 6. So 3 by 2 into 6 EN, that much coulomb. So that is equal to, yes, come on quick, what is the answer? 9 N coulomb. So we can just select the answer as what? A. അപ്പോൾ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടത് ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുക. ബട്ട് എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്, മറന്നു പോകരുത്. നമ്മൾ ഈ ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ബാറ്ററി എന്ന് പറയുന്നത് കപ്പാസിറ്ററുമായിട്ട് സ്റ്റിൽ ഇൻ കണക്ഷൻ ആണെങ്കിൽ keep in mind the potential is a constant for the circuit. But disconnected ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരേണ്ട കാര്യം which element is said to be constant? That charge is a constant. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്. അപ്പൊ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ് വരുമ്പോൾ ഈ കൺസെപ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആ കപ്പാസിറ്ററില് നമ്മുടെ ബാറ്ററി സ്റ്റിൽ ഇൻ കണക്ഷൻ ആണെങ്കിൽ we can say the potential is a constant. But if it is disconnected, you have to say the charge is a constant. Look the question number 10. A 5 micro F capacitor that is fully charged by a 12 volt battery and then disconnected. നമുക്ക് ഇവിടെ രണ്ട് കപ്പാസിറ്റർ എടുക്കാം. C1, അവരെ നമ്മൾ മറ്റൊരു കപ്പാസിറ്റർ ഉണ്ട് C2. ഇവിടെ C1 ആണ്. അവനെ V1 എന്ന് പറയുന്ന 12 വോൾട്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്തു, പിന്നെ ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ C2ന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. എന്നിട്ട് പറയാണ് if it is connected now parallel to an uncharged capacitor. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം V1 എന്ന് പറയുന്ന കപ്പാസിറ്റർ, അപ്പൊ അതിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് V1, അതിനെ പാരലൽ ആയിട്ട് നമ്മൾ C2ലേക്ക് കണക്ട് ചെയ്യാണ്. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ the capacity then the voltage across it is parallel ആകുമ്പോൾ പൊട്ടൻഷ്യൽ കോമൺ ആയി മാറും അല്ലേ? സെയിം ആകത്തില്ലേ? അത് എത്രയായിട്ട് കിട്ടി? 3 വോൾട്ട് എങ്കിൽ we need to find the value of C. മക്കളെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയെന്നറിയാവോ? ഈ ഡിസ്കണക്റ്റഡ് എന്ന് പറയുന്നത് കൊണ്ട് ചാർജ് കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് സിമ്പിൾ ആയിട്ട് വരേണ്ട കോൺസെപ്റ്റ് ആണ് ചാർജ് കൺസർവേഷൻ. അപ്പൊ ആ ചാർജ് കൺസർവേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആദ്യത്തെ കേസ് ബിഫോർ ദാറ്റ് റീഡിസ്ട്രിബ്യൂട്ടിങ്, ഫസ്റ്റ് വണ്ണിൽ എത്ര ചാർജ് ഉണ്ട്, സെക്കൻഡ് വണ്ണിൽ എത്രയുണ്ട്, ഇതായിരിക്കും
നെറ്റ് ചാർജ് ആയിട്ട് മാറുക. അപ്പൊ ആദ്യത്തെ Q1 അവന്റെ പൊട്ടൻഷ്യൽ V1 കപ്പാസിറ്റൻസ് C1. അപ്പൊ അവന്റെ ചാർജ് എങ്ങനെ എഴുതാം? C1 V1 പ്ലസ് then what about Q2? Q2 എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? സോ Q2 എന്ന് പറയുന്നത് അവന്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്, അൺചാർജഡ് ആണ്. അതുകൊണ്ട് അവന്റെ ചാർജ് എന്തായിട്ട് എഴുതാം? 0. ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ആഫ്റ്റർ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അവൻ പാരലൽ ആയിട്ടല്ലേ നമുക്ക് കണക്ട് ചെയ്യാം? യെസ്. There is a question, why C2ന്റെ പൊട്ടൻഷ്യൽ 0 ആയി? എന്താ ഇവിടെ പറയുന്നേ? ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. It is said that it is an uncharged capacitor. That is the reason. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അവന് ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഫോർമുല എടുക്കുക, C2V2. Good. അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, C2V2 ആയിട്ട് തന്നെ എടുക്കാം. ഇനി Q എന്താണ്? ഈ പാരലൽ എടുക്കുമ്പോൾ അവന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻറ്റു നമ്മൾ കണ്ടുപിടിക്കേണ്ട കോമൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, അത് നമുക്ക് VC ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ റിലേഷൻ എങ്ങനെയായിട്ട് മാറും? ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നടത്തിയാൽ അതിനു മുന്നേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് C2ന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് വരണം. അതെങ്ങനെ നമുക്ക് എടുക്കാം? നോക്കേ, ഇവിടെ V2 0 ആയി മാറി അല്ലെ? അപ്പൊ നമുക്ക് C1 V1 എന്ന് പറയുന്നത് C എഫക്റ്റീവ് സിമ്പിൾ ആണ്. എന്താണോ? പാരലൽ ആയതുകൊണ്ട് C1 പ്ലസ് C2 ഇൻറ്റു കോമൺ പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് C2നെ ഒന്ന് വേർതിരിച്ചെടുക്കണ്ടേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? C1 പ്ലസ് C2 എന്ന് പറയുന്നത് C1 V1 ബൈ VC ആയിട്ട്. സോ C2 എന്ന് പറയുന്നത് C1 V1 ബൈ VC മൈനസ് C1. Come on, quick. Come on. Very good. Very good. You're on the way. So C1 is what? അപ്പൊ നമുക്ക് C1 എന്ന് പറയുന്നത് 5 μF ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. യെസ്. V1 എന്ന് പറയുന്നത് that is 12 ആണ്. VC എന്ന് പറയുന്നത് 3 ആണ്. മൈനസ് വീണ്ടും 5 into 10 to the power of -6. ഇത് 4 ആയിട്ട് മാറി. നമുക്ക് 5 μF-നെ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്താൽ 4 minus 1 എന്ന് പറയാം. It becomes a 3. So that is equal to നമുക്ക് സിമ്പിൾ ആയിട്ട് 15 μF എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് കിട്ടി. We can say as the second choice. അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു 10 പോയിന്റ്സ് ഒരു കാരണവശാലും മറന്നു പോകരുതേ. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. നോക്കുക, നമ്മുടെ ഡേ 8 it is a very important day for you. We can wait minimum 40 marks from tomorrow's class. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ആബ്സെന്റ് ആകരുത്. കൃത്യതയോടെ ഇതിന്റെ തിയറി ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ന്യൂ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുവാൻ. ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് ഒത്തിരി വിദ്യാർത്ഥികൾ കോച്ചിങ് ഇല്ലാതെ അവരെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഈ ഒരു ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത്. റിയലി ഹെൽപ്ഫുൾ ഫോർ യു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. മൈ നെയിം സാംസൺ എസ്, a physics teacher for last 20 years. Now I am conducting online classes for class 11, class 12 with entrance. And in this year I am starting repeaters only for physics. അത് 1-on-1 ആയിട്ട് പോലും ബാച്ച് ആയിട്ടും എടുക്കുന്നുണ്ട്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉൾപ്പെടെ. യു കൻ കോൺടാക്ട് ഓൺ ദാറ്റ് ഫോൺ നമ്പർ. സോ ഡിയർ വൺ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ കൃത്യതയോടെ, പ്രത്യേകിച്ച് ഇനി നമ്മുടെ എക്സാം വളരെ അടുത്തു, കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ പറ്റൂ. കിട്ടുന്ന സാഹചര്യങ്ങളെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു കാര്യം, കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക്. മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ, ഹാർഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ്. ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളുടെയൊക്കെ റിസൾട്ട് എല്ലാം നിങ്ങളുടെ കൈകളിൽ ആയിക്കഴിഞ്ഞു. അത് ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ആ റിസൾട്ട് ഏറ്റവും മൂല്യമായി മാറുന്നത് നിങ്ങളുടെ ഈ പ്രൊഫഷണൽ ഡിഗ്രി അഡ്മിഷൻ കിട്ടുമ്പോഴാണ്. പക്ഷെ അതിന് ഓർക്കണേ, സാധാരണ 1,00,000 കുഞ്ഞുങ്ങൾ ഈ പരീക്ഷ എഴുതുമ്പോൾ മിനിമം 10 മാർക്ക് ഓരോ പേപ്പറിനും ഇല്ലാതെ വരുമ്പോൾ ഒരു 30,000 40,000 സ്റ്റുഡൻസ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടാകും.
അപ്പൊ ഏതാണ്ട് ഒരു 55,000 അല്ലെങ്കിൽ ഒരു 60,000 ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. പക്ഷേ അതിലൊരു 30,000 സ്റ്റുഡൻസിന്റെയും മാർക്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ 100 ആയിരിക്കും. നോ ഡൗട്ട് അറ്റ് ആൾ, നോ ഡൗട്ട് അറ്റ് ആൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഇനിയുള്ള ശ്രമം വളരെ ക്യൂട്ട് ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരു ഗവൺമെന്റ് സീറ്റ് ട്രൈഡ് യു കൻ ഗെയിൻ, ഒരു സംശയമില്ല. പക്ഷെ അതിനകത്തൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. അതുകൊണ്ട് നല്ല രൂപത്തിൽ ഇക്വേഷൻസ് ഓരോ ചാപ്റ്റർ ബേസ് ചെയ്ത് എഴുതി അതിന്റെ ഓരോ ടേമും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സെൻസ് ചെയ്തതിന് ശേഷം അതൊന്ന് എഴുതി വെച്ച് അതൊന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് വെയിറ്റ് ചെയ്യാം. സോ എല്ലാ ആശംസകളും SS ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന്. കുഞ്ഞുങ്ങളെ മറക്കരുത്, ഈ ചാനലിൽ 100 physics points are there. You can wait minimum 50 plus concepts from ആ ഒരു 100 പോയിന്റിൽ നിന്ന് for the coming entrance exams. So take care. God bless you. Thank you.